സഹോദരങ്ങളെ, അതല്ലേ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഓടിയത്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമ്മൾ പറയുന്ന ഈ മനുഷ്യൻ ഒരു കാലത്ത് അറബികളുടെ നല്ല നല്ല ചെത്ത് പയ്യനായിരുന്നു. നമ്മളെപ്പോഴത്തെ എന്താ ഈ പുതിയ പയ്യന്മാർക്ക് പറയുന്ന ഒരു പേരുണ്ടല്ലോ, ആ പയ്യനായിരുന്നു. നല്ല മോഡേൺ പയ്യൻ, നല്ല സൗന്ദര്യമുള്ള, നല്ല കളറുള്ള, ഏത് പെണ്ണും നോക്കുന്ന ആ രീതിയിൽ വസ്ത്രം ധരിക്കുന്ന, ആ രീതിയിൽ മുടി ചെയ്യുന്ന നല്ലൊരു മോഡേൺ ചെറുപ്പക്കാരനായിരുന്നു. അങ്ങനെ ജീവിച്ച ആളാ അബ്ദുല്ലാഹിബ്നു മുബാറക്. അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല വിരോധം തന്നെ ഈ ഒരു അന്നത്തെ ഒരു ശബ്ദവീജിയുടെ ഒരു ഉപകരണമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീണയോ എന്താന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ അന്നത്തെ ഉപകരണം. ഈ ഉപകരണം ഇങ്ങനെ വായിച്ച് 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 അതിലിങ്ങനെ രസം പിടിക്കുക, അറബികളെ രസം പിടിപ്പിക്കാൻ ചെയ്യുന്ന ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യുവാവ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹിബ്നു മുബാറക് അന്ന് റളിയല്ലാഹു അൻഹു അല്ല, അന്ന് ചെറുപ്പക്കാരനാ. ഒരു പാതിരാത്രിയിൽ ഇതുപോലെ ഇരുന്നിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ വായിക്കുമ്പോൾ തന്റെ കൂട്ടുകാരിങ്ങനെ ഇരുന്ന് കള്ളു കുടിച്ച് ഇങ്ങനെ രസം പിടിച്ച് ആ വായനയിൽ ഇങ്ങനെ സുഖിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവരെല്ലാവരും ഈ രസവും ഈ ലഹരിയും പിടിച്ച് അവരങ്ങ് മയങ്ങി. അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങൾ അന്ന് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ ഇത് വായിച്ച് വായിച്ച് കുറെ കഴിഞ്ഞതോടുകൂടി ഈ വായന അങ്ങ് നിന്നു. പിന്നെ ഈ സാധനത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് ഉപയോഗിച്ചിട്ടൊന്നും ഇത് വർക്ക് ചെയ്യല്ല. ഈ സുഖം, ഈ ടൂണൊന്നും ഇതിൽ കേൾക്കണില്ല. ഇതെന്തേ സംഭവം എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ അങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോ